ജോലിക്ക് പോകാൻ പറ്റണില്ല, സമാധാനമായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള മക്കളുണ്ട് ഈശോയെ. നിസ്സാര കാര്യങ്ങളോടത്ത് വിഷമിക്കുന്ന വല്ലാതെ കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം ഇങ്ങനെയുള്ള എല്ലാ മക്കളും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപസ്മാര രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, ഓട്ടിസം രോഗികൾ, കർത്താവ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ന്യൂറോട്ടിക്കായിട്ടുള്ള രോഗങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. അവരെ സഹിക്കുന്ന മാതാപിതാക്കന്മാർ, അവരെ ചുമന്നുകൊണ്ട് നടന്നും കർത്താവെ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഉപദ്രവങ്ങൾ കാരണം ഈ കുഞ്ഞൊന്ന് മരിച്ചെന്ന് കളഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്ന അത്രയും വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. ആരോട് പറയാൻ, ആരും താങ്ങാനില്ല. പ്രസവിച്ചവരും വളർത്തിയവരും തന്നെ അതിനുള്ള ഏറ്റവും വലിയ ബലിയാടുകളായി വല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരൊക്കെ നീ കൈവിടരുത് അമ്മേ. ഒന്നെങ്കിൽ അവർക്ക് ശക്തി കൊടുക്കണം, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുരിശെടുത്ത് മുന്നോട്ട് പോയിട്ട് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ വേണ്ടി അവർക്ക് ആന്തരികമായ സ്വർഗീയമായ ബോധ്യങ്ങൾ കൊടുക്കണം. ഭാഗവടമ്പടി നടക്കാത്തതിൻ്റെ പേരിൽ ചേട്ടാനന്മാർ കലഹവും ഭിന്നതയുമായിട്ട് ക്രിസ്മസ് പോലും കർത്താവെ ക്രിസ്മസ് അല്ലാത്തവരുണ്ട്. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ദേവമാതാവേ, ലോകത്തിൻ്റെ കരുത്തെ നിന്റെ കൈകളിലേക്ക് ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു. നീ ഇന്നവർ താങ്ങണം, അവിടെ കൂടെ പോകണം. എവിടെ എല്ലാം പോകുന്നുണ്ടോ അവിടെ അവർക്ക് വേണ്ടി നീ നിൽക്കണം. ഓ വക്കീലായ അമ്മേ, അഡ്വക്കേറ്റായ അമ്മേ, അവർക്ക് വേണ്ടി വാദിക്കണമേ കർത്താവിൻ്റെ നാമത്തിൽ.